ഇന്ന് ചെയ്യാൻ പോകുന്നതും നോൺ വെജ് ആണ്. ആരും ചീത്ത വിളിക്കരുത്. വെജിന് പരിഗണന കൊടുത്തിരിക്കും. ആദ്യം എന്നാ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് മട്ടൺ വേവിക്കണം. നമ്മുടെ ഉള്ളിയൊക്കെ ഇച്ചിരി മൊരിഞ്ഞ് വരുന്നുണ്ട്. ഇതിൻ്റെ വെള്ളത്തോടുകൂടി ഞാൻ എടുത്ത് എന്നാന്നറിയോ, ഈ മസാല ഒന്ന് വേവണം. മാത്രമല്ല ആ മട്ടണിനകത്തോട്ട് അതിൻ്റെ ഈ ചേർത്തേക്കുന്ന പൊടിയൊക്കെ ഒന്ന് പിടിക്കണ്ടേ. എന്നിട്ടും നീ പാടില്ലല്ലോ മാനത്തേരാ പാടി. ഞാൻ എൻ്റെ ഗസ്റ്റിന് ആരാ ഏതാ വരുന്നതെന്ന് പോലും ഞാൻ എൻ്റെ പ്രേക്ഷകരോട് പറഞ്ഞില്ല. അതിന് മുമ്പ് നിത്യ ഇങ്ങ് വന്നു. പക്ഷെ നിത്യ ഞാൻ പറഞ്ഞു തരണ്ടേ എന്താന്നുള്ളത്. തൊട്ടതെല്ലാം പൊന്നാക്കിയൊരു കൊച്ചായിരുന്നു. ഉള്ള സത്യം പറയല്ലേ, പാടിയ പാട്ടെല്ലാം ഹിറ്റാ. ഞാൻ നേരല്ലേ പറയുന്നത്. ലവ് മാരേജ് ആയിരുന്നു, അറേഞ്ച് ലവ് മാരേജ് ആയിരുന്നു. അദ്ദേഹത്തിനെ ഞാൻ മീറ്റ് ചെയ്യുന്ന കോളേജിലാണ്. എൻ്റെ സീനിയറായിരുന്നു. അതായത് ഞാൻ ഫസ്റ്റ് ഇയർ പഠിക്കുമ്പോൾ അദ്ദേഹത്തിന് ഞാൻ ആദ്യമായിട്ട് കാണുന്ന അദ്ദേഹത്തിൻ്റെ ഗ്രാജുവേഷൻ പാർട്ടിയിലാണ്. നമസ്തേ. ഇന്ന് നമുക്ക് എന്നേലും വർത്താനം പറഞ്ഞു തുടങ്ങാം അല്ലേ. അത് പിന്നെ ഇപ്പം ഈ പറഞ്ഞ പോലെ എല്ലാ പ്രാവശ്യവും പറയുന്നതല്ലേ അല്ലേ. അപ്പം ഇപ്രാവശ്യം എന്നാന്നറിയോ, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം എനിക്ക് പാട്ടിനോട് ഭയങ്കര ഇഷ്ടമാണ്. അറിയാലോ, നമ്മൾ ആനീസ് കിച്ചൺ സ്റ്റാർട്ട് ചെയ്തപ്പോഴേ പാട്ട് വെച്ചിട്ടൊക്കെ അടുക്കളയിൽ നമ്മൾ പാചകം സ്റ്റാർട്ട് ചെയ്തത്. ഏതാ ഫസ്റ്റ് സീസണിൽ. സെക്കൻഡ് സീസണിൽ എന്തുകൊണ്ട് അത് ചെയ്യുന്നില്ല എന്ന് വെച്ചാൽ എനിക്ക് സത്യം പറഞ്ഞാൽ നേരം കിട്ടുന്നില്ല. പക്ഷേ അത് ഞാൻ പരിഗണിക്കുന്നതായിരിക്കും. അതിനകത്ത് യാതൊരു വിഷമം ഉണ്ടാവണ്ട. പിന്നെ എന്നാന്ന് വെച്ചാൽ പാട്ട് കേട്ടുകൊണ്ട് അടുക്കളയിലോ എന്നതേലും ഒരു പണിയൊക്കെ എടുക്കുമ്പോഴത്തേക്ക് നമുക്ക് ആ ബേർഡൻ ഒരിക്കലും തോന്നാറില്ല. എനിക്ക് ഏറ്റവും ഇഷ്ടം, എൻ്റെ ലൈഫിൽ എനിക്ക് ഏറ്റവും ഇഷ്ടം ഒന്ന് പാട്ടും ഒന്ന് പാചകവുമാണ്. ശരിക്കും പാട്ട് കേട്ടുകൊണ്ടിരിക്കുമ്പോഴല്ലോ ഞാൻ എപ്പോഴും പറയുവല്ലേ, പാട്ടിന് ഒരുപാട് മിറക്കിൾസ് ചെയ്യാൻ നോക്കും. എന്നാന്ന് വെച്ചാൽ ഒരു മ്യൂസിക് ക്യാൻ ഹീൽ എവറിത്തിങ് എന്ന് പറയും. എവറിത്തിങ് അല്ലെങ്കിൽ പോലും നമുക്ക് മനസ്സിനകത്തൊരു സമാധാനം അല്ലെ, ഒരു കാര്യവും ഇല്ലാതെ ഉണ്ടല്ലോ നമുക്കൊരു വിഷമം വരത്തില്ലേ, ഒരു കാരണവും കാണത്തില്ല. പക്ഷെ നമ്മുടെ നെഞ്ചൊക്കെ ഇങ്ങനെ പൊട്ടുന്ന ഒരു ഫീലിംഗ് വരും. അന്നേരം ശരിക്കും പറഞ്ഞാൽ സത്യം പറഞ്ഞാൽ ഒരു സാഡ് സോങ് കേൾക്കുക, അന്നേരം നമ്മൾ അതിൻ്റെ കൂടെ പൊട്ടിക്കരഞ്ഞു പോകും. ഒരു കണക്കിന് ഞാൻ പറയുന്ന ആ കരച്ചിൽ അങ്ങനെ പോകുന്നത് നല്ലയാ. എന്നാന്ന് വെച്ചാൽ നമ്മുടെ മനസ്സിനകത്ത് വിഷമം അത്രയും അങ്ങ് മാറും. പിന്നെ നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു പാട്ട് കേൾക്കുവാണെങ്കിൽ അപ്പോൾ നമ്മളൊരു പണിയെടുക്കുകയെന്ന് വെച്ചോ, ആസ്വദിച്ച് ആ പാട്ടും കേട്ട് പണിയെടുക്കുമ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ഒരു ഭാരം നമുക്ക് ഫീൽ ചെയ്യില്ല. നമുക്കിപ്പോൾ എന്താ പറയുക, എന്നാ കാര്യം ഒരു സ്പോട്ടീവായിട്ട് എടുക്കുകയെന്നേൽ അതിനകത്ത് ഒരു ടെൻഷനും ഇല്ല. മറ്റേ നമുക്ക് പണി ചെയ്യണമല്ലോ, അത്രയും ജോലി ഉണ്ടല്ലോ, ഇനി ചെയ്യണമല്ലോ എന്നൊക്കെ വിചാരിച്ച് ചെയ്യുവാണെങ്കിൽ വലിയ ഭാരമാണ്. മറ്റൊരു എന്നെ സംബന്ധിച്ച് ഞാൻ പറയുവാന്നേ, ഒരു പാട്ട് കേട്ട് കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ഒത്തിരി റിലീഫായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. ഇത് കാര്യം ഇത്രയും ഞാൻ പാട്ടിനോട് ഇഷ്ടപ്പെടാൻ കാര്യം എന്താണെന്ന് വെച്ചാൽ എനിക്ക് പാടാനൊന്നും ദൈവം തമ്പുരാൻ അനുഗ്രഹം തന്നില്ല. പക്ഷെ എന്നാലും ദൈവം എനിക്ക് ഒരുപാട് അനുഗ്രഹം തന്നിട്ടുണ്ട്. അതിനോട് ഒരുപാട് നന്ദിയുണ്ട്, ഇല്ല ഞാൻ ഒരിക്കലും പറയുകയല്ല. പക്ഷെ എന്നാലും പാട്ട് പാടുന്നവരെ കുറിച്ച് എൻ്റെ അമ്മച്ചിയും ഒക്കെ പറഞ്ഞു തരുന്നത് എന്നാണെന്നറിയോ. കാര്യം പാട്ട് കുഞ്ഞുനാൾ മുതലേ ഞാൻ കേൾക്കുന്ന ഒരു ഇഷ്ടമുള്ള വ്യക്തിയാണ്. അപ്പോൾ അമ്മച്ചി പറയുന്നത് എന്നാന്ന് വെച്ചാൽ, മോളെ പാട്ട് പാടുന്നവർ ശരിക്കും ഭൂമിയിലെ മാലാഖമാരെന്നാണ് പറയുന്നത്. എന്ത് രസമല്ലേ, ശരിക്കും ആണ്. അവർക്ക് അനുഗ്രഹപ്പെട്ടവരാ അല്ലേ. അത്രയും നല്ലൊരു എന്നാ പറയുക കഴിവ് ഈശ്വരൻ കൊടുക്കുന്നത് പ്രത്യേക ആൾക്കാർക്കല്ലേ ഉണ്ടാവുള്ളൂ. അതേപോലെ ഇന്ന് ആനീസ് കിച്ചണിലും വരുന്നത് ഒരു സ്പെഷ്യൽ മാലാഖയാണ്. പക്ഷേ അത് നമ്മുടെ റെസിപ്പിക്ക് ശേഷം നമുക്കറിയാതെ ആരാണെന്നുള്ളത്. അതിൻ്റെ ഒരു എന്താ പറയുക ആകാംക്ഷയുടെ പുറത്ത് നമുക്കിന്ന് സ്പെഷ്യൽ കറി ചെയ്യാം. ഇന്ന് ചെയ്യാൻ പോകുന്നതും നോൺ വെജ് ആണ്. ആരും ചീത്ത വിളിക്കരുത്. വെജിന് പരിഗണന കൊടുത്തിരിക്കും, ഉറപ്പാണ്. പക്ഷെ വരുന്നവരൊക്കെ നോൺ വെജ് കഴിക്കുന്നു എന്ന് പറയുന്നതുകൊണ്ട് ഫസ്റ്റ് പ്രിഫറൻസ് നോൺ വെജിന് കൊടുക്കുന്നേ ഉള്ളൂ. ഒരു നോൺ വെജ് റെസിപ്പി ആയിട്ട് നമുക്ക് തുടങ്ങാം. ഇന്ന് ചെയ്യാൻ പോകുന്ന മട്ടൺ ആണ്, നോൺ വെജിൻ്റെ മട്ടൺ. ചിക്കനാണ് കുറേ നമ്മൾ ദിവസം ചെയ്തത്. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന മട്ടൻ്റെ ഒരു റെസിപ്പിയാണ്. മീറ്റിൽ ഏറ്റവും ടേസ്റ്റ് ഉള്ളത് മട്ടനാണ്. അപ്പോൾ ഈ മട്ടൺ എന്ന് പറയുന്നത് മട്ടൺ ചുക്കാണ്. ഇത് ഞാൻ ഏറ്റവും കൂടുതൽ കഴിച്ചേക്കുന്ന ചെന്നൈയിൽ, അതായത് മദ്രാസിൽ ഏട്ടൻ്റെ കൂടെ പോകുമ്പോഴത്തേന് നമുക്ക് ചില സമയമൊക്കെ മട്ടൺ കഴിക്കാൻ കൊതി വരികയല്ലേ. ചിലപ്പോൾ നമ്മൾ ആഗ്രഹിക്കുന്നത് ഒരു നാടൻ മട്ടൺ കറി ആയിരിക്കും. പക്ഷേ അവിടുത്തെ ടേസ്റ്റിന് കുറച്ച് വ്യത്യാസമാണ്. അതിനകത്തൊരു ഇച്ചിരി ജീരകത്തിൻ്റെ ടേസ്റ്റ്, ഒരു പ്രത്യേക ടേസ്റ്റ്. പക്ഷേ ആ ടേസ്റ്റ് ഭയങ്കര നല്ലതാണ്. അതിൻ്റെ കൂടെ ഒരു ഇച്ചിരി ഉള്ളിയൊക്കെ വെച്ച് കഴിക്കുവാന്നേൽ കുറച്ചുകൂടെ ടേസ്റ്റ് വരും. അപ്പോൾ എനിക്കത് ഇഷ്ടമായതുകൊണ്ട് ഞാൻ എന്നാ ചെയ്തു, അതൊന്ന് പഠിക്കണമല്ലോ എന്ന് വിചാരിച്ച് പഠിച്ചെടുത്തതാണ്. അപ്പോൾ ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കുക. ഒത്തിരി എളുപ്പമാണ്. നമ്മുടെ നാട്ടിൽ നമ്മൾ ചെയ്യുന്ന കൂട്ട് മട്ടൺ ഒരുപാട് കാര്യങ്ങൾ ചേർത്ത് വഴറ്റി കുറേ സമയം എടുക്കുമല്ലേ. ഇത് പക്ഷേ അങ്ങനെയൊന്നുമില്ല, ഏറ്റവും എളുപ്പമുള്ള സാധനമാണ്. ആദ്യം എന്നാ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് മട്ടൺ വേവിക്കണം. അതാണ് ഒരു ഇച്ചിരി പാട് ഉള്ള സാധനം. പക്ഷെ പാടൊന്നുമില്ല. എന്തുവാ, മട്ടൺ വേവിക്കാൻ കുക്കറിനകത്തോട്ട് ഒരു 6 പ്രഷർ മിനിമം മതിയാവും.
പിന്നെ നോക്കി വെച്ചിട്ടാൽ മതി. ഇനി 6 പ്രഷർ ഞാൻ ഇപ്പം പറയുന്നു, ചില മട്ടൺ ഭയങ്കര ഒത്തിരി എന്നാ പറയുക ടെൻഡർ ആകുന്നതിൽ അതിന് 6 പ്രഷറൊന്നും വേണ്ട. ചിലതൊക്കെ ഗ്യാസിൽ കുറച്ച് നേരം വെച്ചാൽ വേവുന്ന മട്ടനും ഉണ്ട്, ഇല്ലയെന്നല്ല. ഇപ്പം ഫസ്റ്റ് മട്ടണിനകത്തോട്ട് ഒരു ഇച്ചിരി മഞ്ഞപ്പൊടിയും കുറച്ച് ഉപ്പും ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ടേച്ച് ഒന്ന് വേവിച്ചെടുക്കണം. ഇതിൻ്റെ മസാലയൊക്കെ നമ്മൾ പിന്നെ ചേർക്കത്തുള്ളേ. മട്ടൺ നമ്മൾ മേടിക്കുമ്പോഴത്തേന് കഴിയുന്നതും ഫാറ്റ് നമുക്ക് ഒത്തിരി കിട്ടും അതിൻ്റെ കൂട്ടത്തിൽ തന്നെ. പക്ഷേ ഒരുപാട് അങ്ങ് എന്നാ പറയുക കണ്ടിച്ച് കളയല്ല. ഇച്ചിരിയൊക്കെ മട്ടൺ ആ ഫാറ്റ് വേണം, എന്നാലേ ആ മട്ടൺ കറി വെക്കുമ്പോഴത്തേക്ക് ഒരു ടേസ്റ്റ് ഉള്ളൂ. ഇപ്പോൾ വേറെ ഒന്നുമില്ല, മഞ്ഞപ്പൊടിയും ഉപ്പും ഇട്ട് ഇനി മട്ടൺ നല്ലതായിട്ടൊന്ന് വെള്ളവും ഒഴിക്കും. അതിൻ്റെ കൂടെ കുറച്ചൊരു ഇത് പക്ഷെ നമ്മുടെ വെളിച്ചെണ്ണ ചെയ്യല്ലേ, റിഫൈൻഡ് ഓയിലേ ചെയ്യാവുള്ളൂ. ഇതിനകത്തോട്ട് കുറച്ച് എണ്ണയും കൂടെ. ഞാൻ ഫസ്റ്റ് പറഞ്ഞ പോലെ ഇത് തിളച്ചതിന് ശേഷം മട്ടൺ വേവാനുള്ള വെള്ളം ഒഴിക്കണം, നോക്കിയിട്ട് ഒഴിച്ചാൽ മതി. കാരണം ഇതിൽ നിന്ന് ഇറങ്ങുന്ന വെള്ളം വെച്ച് തന്നെ മട്ടൺ വേവും, അതിനാണ് ഏറ്റവും നല്ല ടേസ്റ്റ്. ഇനി ഞാനിതൊന്ന് കൊണ്ടുപോയി എന്താ പറയുക പ്രഷർ കുക്കറിൽ വേവിച്ചേച്ച് വരാം. എല്ലാവരുടെ വീട്ടിലും ഇങ്ങനെ 2 സ്ഥലം ഉണ്ടാവുമല്ലോ അല്ലേ, ഒരു വർക്ക് ഏരിയ അല്ലാതെ നമ്മുടെ ഒരു മെയിൻ അടുക്കള. അപ്പം എന്താണെന്ന് വെച്ചാൽ നമുക്ക് സമയമില്ലാത്തതുകൊണ്ട് ഞാൻ എന്നാ ചെയ്തു, ആ മട്ടൺ നമ്മുടെ പ്രഷർ കുക്കറിൽ വെച്ച് നമ്മുടെ വർക്ക് ഏരിയയിലുള്ള അടുപ്പയിൽ വേവാൻ വെച്ചേച്ചു വന്നു. ആ സമയം കൊണ്ട് നമുക്കൊരു മസാല ഉണ്ടാക്കണം. അതാ ഒരു ഇച്ചിരി പണി. എന്നാന്ന് വെച്ചാൽ മസാലയുടെ കൂട്ട് ഞാൻ പറഞ്ഞു തരാം. അത് നമ്മൾ മല്ലിപ്പൊടി മുളക് പൊടി അങ്ങനെ എടുത്താൽ പറ്റത്തില്ല. ഇതിനൊരു പ്രത്യേക കൂട്ടാണ്. ഈ ഒരു കൂട്ട് മാത്രമേ ഇനി ഇടാറുള്ളൂ. ഇനിയിപ്പോൾ അഥവാ ഒരു ഇച്ചിരി നിറം വേണമെന്ന് വെച്ചോ, അപ്പോൾ ഈ വറ്റൽ മുളകിന് പകരം ഇച്ചിരി കാശ്മീരി മുളക് പൊടിയും കൂടെ ചേർത്തോ. ഹൈ ഫ്ലെയിം വേണ്ട, ചെറിയ ഫ്ലെയിമിൽ ഈ സ്പൈസസ് എല്ലാം കൂടെ ഒരു ഡ്രൈ റോസ്റ്റാണ്. കുരുമുളക് ഒരു 2 ടീസ്പൂൺ, എരിവ് കണക്കാക്കി ഇടാതെ നിറച്ച് 2 ടീസ്പൂൺ ഇട്ടോ. ജീരകത്തിൻ്റെ ചൊവ ഇഷ്ടമാണെങ്കിൽ ഞാനിതിൻ്റെ ഒരു 1/4 ടീസ്പൂൺ ഉണ്ട്. പിന്നെ വേണ്ടിയത് വറ്റൽ മുളകാണ്. പിന്നെ പട്ട ഒരു 2 കഷ്ണം കേട്ടോ, ഞാനത് ഒടിച്ചിട്ടേക്കുവാണ്. പിന്നെ പെരിഞ്ചീരകം ഇതൊരു 3/4 ടീസ്പൂൺ. പിന്നെ വേണ്ടിയത് ഗ്രാമ്പു ഒരു 3-4 എണ്ണം. പിന്നെ വേണ്ടിയത് ഏലക്ക. ഏലക്കയൊക്കെ ഇട്ടാൽ നല്ല മണം കേട്ടോ. ഇതിനെ നമുക്കൊന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്യാം. ഇനി ഇതിൻ്റെ കൂടെ നമ്മൾ വേറൊരു സാധനം കൂടെ ചേർക്കും. എന്നാണെന്നറിയോ, തനി മല്ലിയില്ലേ, അതുകൂടെ ചേർത്ത് വേണം അത് പൊടിക്കാനായിട്ട്. ഇനി ഒരു സത്യം പറയട്ടെ, എൻ്റെ അടുക്കളയിൽ മല്ലി ഇല്ലാത്തതുകൊണ്ട് ഞാൻ മല്ലിപ്പൊടി എടുത്തു വെച്ചു. അപ്പോൾ എന്നാ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതൊന്ന് മൂത്ത് കഴിയുമ്പം നമ്മൾ ചീനിച്ചിട്ട് നല്ല ചൂടല്ലേ, ചൂടായതുകൊണ്ട് ഓഫ് ചെയ്തതിന് ശേഷം നമ്മൾ ഇച്ചിരി മല്ലിപ്പൊടി ഇട്ടാൽ മതി. ഇതിൻ്റെ അളവെല്ലാം ഞാൻ കൊടുക്കാം, അതനുസരിച്ച് നോക്കിയെടുത്തേച്ചാൽ മതി. ഇനിയിപ്പം വറ്റൽമുളക് ഇല്ലാത്ത വീടില്ല, ഇനിയിപ്പോൾ അഥവാ പെട്ടെന്ന് അത് സംഭവിക്കാമല്ലോ, തീർന്നു പോയി വറ്റൽമുളക് ഇല്ല, എന്നാ എടുക്കും, മുളക് പൊടി ഇട്ടാൽ മതി. അത് എപ്പോഴാന്ന് വെച്ചാൽ ഈ ഡ്രൈ സ്പൈസസ് എല്ലാം ആയതിന് ശേഷം അവസാനം ചീനച്ചട്ടി ഇതേപോലെ ഞാൻ മല്ലിപ്പൊടി ചേർക്കുന്ന പോലെ ചീനച്ചട്ടി ചൂടായിരിക്കുമ്പോൾ ആ മുളക് പൊടി ചേർത്തേച്ചാൽ മതി. ഒരു ചെറിയ ഡ്രൈ റോസ്റ്റ് മതി, അതായത് ആ ജീരകത്തിൻ്റെയൊക്കെ ഒരു നിറം മാറി അതൊരു ഇച്ചിരി മണം വരും, അതിൻ്റെ ഒരു മൊരിയുന്ന ഒരു മണം ഉണ്ടല്ലോ. അത് മനസ്സിലായില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ വറ്റൽമുളകിൻ്റെ നിറം മാറും. ഇത് മനസ്സിലായില്ലെങ്കിൽ ഇത് ഇച്ചിരി പൊട്ടി വരും. അതൊക്കെയാ ഇതിൻ്റെ ആ ഒരു പരുവം. ഇത് പൊട്ടി തുടങ്ങി കഴിയുമ്പോഴാണ് ഫസ്റ്റ് സിഗ്നൽ. ഇത് ഓഫ് ചെയ്ത് വെച്ചാൽ ഈ സമയത്താണ് ഞാൻ പറഞ്ഞ മല്ലിപ്പൊടി ഇടാൻ പോകുന്നത്. കണ്ടോ, ഞാൻ പറഞ്ഞില്ലേ ചീനച്ചട്ടി നല്ല ചൂടാണ്. അപ്പം ഇത് ചേർക്കുമ്പോഴത്തേക്ക് ആ മല്ലിയുടെ പച്ചച്ചൊവ അങ്ങ് മാറും. ഇനി എനിക്കുള്ള പണി എന്നാന്ന് വെച്ചാൽ നമ്മുടെ ഈ അടുക്കളയെ വെച്ച് ഇത് പൊടിച്ചാൽ ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും നല്ലോണം ചുമ വരും. നമ്മുടെ വീട് മൊത്തം ഇതിൻ്റെ ഒരു മണവും അതിൻ്റെ ഒരു ഇതുമായിരിക്കും. അപ്പോൾ ഇതും കൂടെ ഞാൻ പോയി എൻ്റെ സെക്കൻഡ് അടുക്കളയിൽ പൊടിച്ചേച്ച് വരട്ടെ.
മട്ടൻ വേവിച്ചു, അതിൻ്റെ കൂടെ നമ്മുടെ മസാല പൊടിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ അടുപ്പ് കത്തിച്ചേച്ച് ഇതിനകത്തോട്ട് വെളിച്ചെണ്ണ വേണ്ട, റിഫൈൻഡ് ഓയിൽ ഒഴിച്ചു. ഇനിയിപ്പോൾ അഥവാ വെളിച്ചെണ്ണ ഒഴിക്കണമെന്നുണ്ടെങ്കിൽ ഒഴിക്കാം, കുഴപ്പമില്ല. പക്ഷേ ഇതായിരിക്കും കുറച്ചുകൂടെ നല്ലതെന്നാണ് എനിക്ക് തോന്നുന്നത്. ആദ്യം നമുക്ക് അതിൻ്റെ ആ ഒറിജിനൽ ടേസ്റ്റ് എന്നാന്ന് അറിയണ്ടേ, അതിന് വേണ്ടിയിട്ടാണ്. നമുക്ക് അഥവാ വെളിച്ചെണ്ണ മാത്രം മതി എന്നുണ്ടെങ്കിൽ അത് മതി. അതല്ല, ഫസ്റ്റ് ടേസ്റ്റ് അറിയണമല്ലോ അതെന്നതാ അതിൻ്റെ ടേസ്റ്റ് എന്നുള്ളത്. അന്നേച്ച് പിന്നെ നമുക്ക് അതിൻ്റെ മാറ്റങ്ങൾ വരുത്തിയാൽ മതിയേ. ഇനി എണ്ണ ചൂടാക്കി വെച്ച് ഫസ്റ്റ് നമ്മൾ ചെയ്യാൻ പോകുന്നത് കുറച്ച് സവാള. ഇതിനൊരു ഗ്രേവി വേണമല്ലോ, അത് ഈ പറഞ്ഞ പോലെ ഒത്തിരി വലിയ ഗ്രേവി അല്ല, ഇത് ഡ്രൈ ആക്കി എടുക്കാം. അറ്റ് ദ സെയിം ടൈം അതിനെ കുറച്ച് ഗ്രേവി ആക്കി, തിക്ക് ഗ്രേവിയില്ലേ അതും വേണേ ആക്കി എടുക്കാം. ഇതിൻ്റെ കൂടെ തന്നെ ഒരു സവാള ഇട്ട് അതിൻ്റെ കൂടെ കുറച്ച് ചെറിയ ഉള്ളി കൂടെ ഇട്ടിട്ട് നല്ലോണം ഇതൊന്ന് മുരിക്കണം. പെട്ടെന്ന് മുരിഞ്ഞ് കിട്ടാനാണേൽ ഒരു ഇച്ചിരി ഉപ്പിടുക. ഉപ്പിടുമ്പോൾ സൂക്ഷിക്കണം, നമ്മൾ മട്ടണിൽ ഇച്ചിരി ഉപ്പിട്ടേച്ചാ വേവിച്ചേ. ചെറിയ ഉള്ളി ഞാനത് മൊത്തം ഇടുവാന്നേ. കാര്യം എന്നാന്നോ, ചെറിയ ഉള്ളിക്കാ ഏറ്റവും ടേസ്റ്റ്. മട്ടനൊക്കെ വെക്കുമ്പം ചെറിയ ഉള്ളി ഇട്ട് വെക്കാനാണെങ്കിൽ നല്ല ടേസ്റ്റാണെന്ന് അമ്മ പറഞ്ഞിരിക്കുന്നത്, അതായത് ഏട്ടൻ്റെ അമ്മ പറഞ്ഞു തന്നിട്ടുള്ളത്. അപ്പം ഞാൻ ആ ഉള്ളി നിറച്ചങ്ങ് ഇട്ടു. ഇനി എന്നാന്ന് വെച്ചാൽ ഈ നമ്മൾ ചേർത്തേക്കുന്ന ഉള്ളിയൊന്നും വഴലുമല്ല ചെയ്യുന്നത്, വഴന്ന് വന്നാൽ പോരാ, അതിന് കുറച്ച് ഈ പറഞ്ഞ പോലെ ഒന്ന് മുരിഞ്ഞ് വരണം. ഇതിൻ്റെ കൂട്ടത്തിൽ ഞാൻ കുറച്ച് പച്ചമുളക് അരിഞ്ഞിടുക, നേർപകുതി. ഇതൊരു 3 എണ്ണം കാണും. അതിൻ്റെ ഹാഫ് ഇപ്പോൾ ഇട്ടു, ഹാഫ് ഞാൻ വാങ്ങാറാകുമ്പോഴത്തേക്ക് ഇടാം. ഇതിനകത്തോട്ട് ഒരു ഇച്ചിരി കറിവേപ്പില, അത് മസ്റ്റാട്ടോ. കറിവേപ്പില അതിനിപ്പം കുറച്ചിടാം. അത് കഴിഞ്ഞിട്ട് നമ്മൾ ലാസ്റ്റ് അതിൻ്റെ ഒന്ന് പുരട്ടിയെല്ലാം എടുക്കുമല്ലേ, മസാല എല്ലാം ചേർത്തേച്ച്, അന്നേരവും കുറച്ചിടണേ. ഇതിനകത്ത് ഈ പറഞ്ഞ പോലെ തക്കാളി അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല. ഇടുന്നോണ്ട് തെറ്റൊന്നുമില്ല, പക്ഷെ അതിങ്ങനെ വഴന്ന് ഉള്ളിയുടെ കൂടെ ചേരാൻ പാടില്ല. പ്രത്യേകിച്ച് നമ്മൾ എടുക്കാറാവുമ്പോഴത്തേക്ക് കുറച്ച് പൊലിപ്പം കൂട്ടാനായിട്ടാന്നേൽ ഇട്ടോ. പക്ഷേ ഈ പറഞ്ഞ പോലെ അതിൻ്റെ ടേസ്റ്റ്, ഞാൻ ആദ്യം പറഞ്ഞ ഇതിൻ്റെ ടേസ്റ്റ് എന്താണെന്ന് അറിയണ്ടേ, അന്നേച്ച് അതിൻ്റെ മാറ്റങ്ങൾ ചെയ്താൽ മതി. ഇതിനകത്തോട്ട് ഞാൻ ഇടാൻ പോകുന്നത് കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയുടെയും പേസ്റ്റാണ്. ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചിടുകയോ അല്ലെങ്കിൽ അരിഞ്ഞിട്ടാലും മതി, ഒരു കുഴപ്പമില്ല. ഇതിപ്പോൾ ഞാൻ ഒരിച്ചിരി ഈ നമ്മൾ ഈ അരച്ച് വെച്ചേക്കുന്ന പേസ്റ്റ് മേടിച്ചതാണ്. അന്നേരം അതിൻ്റെ ഒരു ശകലം ഇട്ടാൽ മതി. ഞാൻ എപ്പോഴും പറയല്ലേ, അതിൻ്റെ ഒരു കുത്തൽ മുമ്പ് കാണും. അതുകൊണ്ട് നേരത്തെ ഇട്ട് കഴിഞ്ഞാൽ ആ വഴന്ന് ഉള്ളി വഴറ്റുകയല്ലേ, അതിൻ്റെ കൂടെ തന്നെ അതിൻ്റെ ആ കുത്തലും അങ്ങ് മാറും. ഇത് ഏകദേശം നല്ലതായിട്ടൊരു ബ്രൗൺ ആവണേ. ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ചു, അന്നേരത്തേന് വേഗം ആയിക്കോളും. പിന്നെ ഇച്ചിരി ഉപ്പ് ഇട്ടായിരുന്നല്ലോ അന്നേരം. ഈ ഒരു കറിക്ക് എരിവ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ വേണമെങ്കിൽ എരിവ് കൂട്ടാം, അല്ലെങ്കിൽ കുറയ്ക്കാം. ഇതൊരു മീഡിയം എരിവാണ്. നമ്മൾ മട്ടൻ ഒക്കെ കഴിക്കുമ്പോൾ ഒത്തിരി സ്പൈസി എന്നൊക്കെ ഫീൽ ചെയ്യല്ലേ, അതല്ല. ഇനിയിപ്പോൾ അഥവാ കൂട്ടണമെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ നമ്മൾ ചേർത്തിരിക്കുന്ന പച്ചമുളക് കുറച്ച് കൂടുതലിടാം. ഇനിയിപ്പോൾ നമ്മൾ സ്പൈസസ് പൊടിച്ചില്ലേ, അതിനകത്ത് കുരുമുളക് കയറ്റാം. ഇനിയിപ്പോൾ സ്പൈസ് മൊത്തം നമ്മൾ ഇതിനകത്ത് ഇടുന്നില്ല എന്ന് വെച്ചോ, ഈ മസാല പൊടിച്ചത് മൊത്തം ഇതിനാവശ്യം വന്നില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ പ്രത്യേകം കുറച്ച് കുരുമുളക് ഇടാം. വറ്റൽമുളക് തികഞ്ഞില്ല, അത് എരിവ് നമുക്ക് തോന്നിയില്ല എന്ന് തോന്നുവാന്നേൽ കുറച്ച് ചതച്ച മുളക് ഇടാം. അതല്ല എന്നുണ്ടെങ്കിൽ കുറച്ച് കാശ്മീരി മുളക് കൂടി ഇടാം. ശരിക്കും ഇതിൻ്റെ റിയൽ ടേസ്റ്റ് എന്ന് പറയുന്നത് ഈ മസാല മാത്രമേ ഇടാറുള്ളൂ. അത് നോക്കി വെച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എൻ്റെ റിയൽ ടേസ്റ്റ് മനസ്സിലാക്കിയതിന് ശേഷം ഏറ്റക്കുറച്ചിൽ ചെയ്താൽ മതിയേ.
എൻ്റെ നമ്മുടെ ഉള്ളിയൊക്കെ ഇച്ചിരി മൊരിഞ്ഞു വരുന്നുണ്ട്. ഉള്ളി കാണണോന്ന് ചോദിച്ചാൽ വേണം. ഇതിനകത്തോട്ട് ഞാൻ ദേ പൊടിച്ച മസാല ഇടുവാണേ. ഒരു 1.25 ടീസ്പൂൺ ഇപ്പം ഇടുക. ഇനി എനിക്ക് ഞാൻ പറഞ്ഞില്ല ഇത്രയും മട്ടനേ ഉള്ളൂ. അന്നേരം അത് ഇച്ചിരി മസാല കൂടിപ്പോയാൽ നമുക്ക് കമർക്കുകയും ചെയ്യും. അത് വേണ്ട. ഇതൊരു ഇച്ചിരി ഒന്ന് മൂത്ത് കഴിയുമ്പോഴത്തേന് നമ്മൾ ഈ മട്ടൻ ഇതിലേക്ക് ഇടണം. ഇനി ഈ വെള്ളം മുഴുവൻ പറ്റി ഈ മസാല മൊത്തം മട്ടനെ പിടിച്ചു വരണം. അത്രയും മാത്രമേ ഉള്ളൂ. അതിൻ്റെ ക്ഷമ നോക്കുക. പിന്നെ ഈ സമയത്താണ് ഞാൻ പറഞ്ഞത് നമുക്ക് അതിൻ്റെ ഏറ്റക്കുറച്ചിൽ, അതായത് കുരുമുളക് പൊടി വേണമെങ്കിൽ കുരുമുളക് പൊടി ഇടാം. എന്താ പറയുക, കുറച്ച് മുളക് പൊടി വേണമെന്നുണ്ടെങ്കിൽ മുളക് പൊടി ചേർക്കാം. അതല്ല ഒരു കുറച്ച് 2 പച്ചമുളകും കൂടി ഇടുവാണ് ഞാൻ. കാര്യം ഇത് എന്തായാലും ഈ പച്ചമുളക് ഇങ്ങനെ അലുത്തങ്ങ് കയറുകയല്ല. ഇതിൻ്റെ കൂട്ടത്തിൽ പച്ചമുളക് കാണാൻ നോക്കും. അപ്പോൾ അതുകൊണ്ട് പച്ചമുളകിൻ്റെ എരിവാ മതിയെങ്കിൽ അങ്ങനെ ചേർത്തേച്ചാൽ മതി. മുളക് പൊടി ഇടണമെങ്കിൽ അതും ഈ സമയത്തിടാം. പക്ഷേ ഈ വെള്ളം കിടക്കുന്ന സമയത്ത്, എന്നാലേ ആ പൊടി ഒന്ന് വേവത്തുള്ളൂ, വെന്ത് ഇതിനകത്തോട്ട് കയറത്തുള്ളൂ. ചിലർ പറയത്തില്ലേ ഇതിനെന്നാ ഒരു നിറവില്ലാത്ത എന്ന് നോക്കും. അതും നമുക്ക് കൺസിഡർ ചെയ്യണമല്ലോ. അപ്പോൾ അതനുസരിച്ച് വേണം നമ്മൾ ആ പൊടിയുടെ നോക്കാനാണ്. പക്ഷേ ടേസ്റ്റ് ഈ മസാല തന്നെ ചേർക്കാവുള്ളൂ. എന്നാലേ ഈ പറഞ്ഞ പോലെ ആ ടേസ്റ്റ് മനസ്സിലാവത്തുള്ളൂ. അപ്പോൾ നമ്മൾ മസാല എല്ലാം ചേർത്തു. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ നേരത്തെ ഞാൻ പറഞ്ഞില്ലായിരുന്നോ, ഇതിനൊരു നിറത്തിൻ്റെ ഒരു വിഷയം വരും. ബേസിക്കലി ഇതിന് നിറം ഡാർക്കാണ്, കറുത്ത നിറം തന്നെയാണ് വരുന്നത്. പക്ഷെ എന്നാലും നമ്മളിപ്പം നമ്മുടെ വീട്ടുകാരുടെ ആരെങ്കിലും മുന്നേ കൊണ്ട് നോക്കുമ്പോൾ ഇതെന്നാടി ഇങ്ങനെ കറുത്തിരിക്കുന്നത് എന്നൊക്കെ ചോദിക്കും. അതിനുത്തരം ഞാൻ പറയുന്നത് ഇതിനൊരു ഇച്ചിരി നിറവും കൂടെ വേണം എന്നുണ്ടെങ്കിൽ ഞാൻ ഇപ്പോൾ ദാ കുറച്ച് മുളക് പൊടി ഇടാം. അപ്പോൾ ഒരു ഇച്ചിരി എരിവ് വരും. ഇതിന് പച്ചമുളകിൻ്റെ എരിവാണ് ഏറ്റവും കൂടുതൽ വരുന്നത്. പക്ഷെ എന്നാലും എനിക്ക് ഞാൻ പറഞ്ഞതാ ചേർക്കണം എന്നുണ്ടെങ്കിൽ ഈ വെള്ളം ഉള്ള സമയത്ത് തന്നെ കുറച്ച് മുളക് പൊടി ചേർത്താൽ മതി. അതിൻ്റെ കൂടെ തന്നെ കുരുമുളക് പൊടി ചേർക്കണം എന്നുണ്ടെങ്കിൽ അതും കൂടെ ചേർക്കാം. കാര്യം സ്പൈസ് എന്ന് പറയുന്ന ഈ 2 സാധനമാണ് ഏറ്റവും കൂടുതൽ നമ്മൾ ഇതിനകത്ത് ചേർത്തിരിക്കുന്നത്. ഒരുപാട് ചേർക്കണ്ട. ഈ നമ്മൾ പൊടിച്ചു വെച്ച മസാലയുടെ ടേസ്റ്റാണ് മുന്നേ നിൽക്കാനുള്ളത്. എന്നാലേ ആ കറക്റ്റ് നമ്മൾ വിചാരിച്ച ആ ഒരു ഫ്ലേവർ ഇതിന് വരത്തുള്ളൂ. എന്നാ പറഞ്ഞ് നമ്മൾ പൊടിച്ച മസാല മുഴുവനും ഇടരുത്. എന്നാന്ന് വെച്ചാൽ അതിനൊരു കുത്തലുണ്ടേ, അതും കൂടെ നോക്കിയേച്ചേ ഇടാവുള്ളൂ. എന്ന് വെച്ചാൽ ഇത് നല്ലതായിട്ട് ഇളക്കി ഇതിൻ്റെ വെള്ളത്തോടു കൂടി ഞാൻ എടുത്ത് എന്നാന്നറിയോ, ഈ മസാല ഒന്ന് വേവണം. മാത്രമല്ല ആ മട്ടനകത്തോട്ട് അതിൻ്റെ ഈ ചേർത്തേക്കുന്ന പൊടിയൊക്കെ ഒന്ന് പിടിക്കണ്ടേ, അതിനൊരു ഇച്ചിരി വെള്ളം ഉള്ളതാണ് നല്ലത്. എന്നിട്ടും നീ പാടില്ലല്ലോ മാനത്തേരാ പാടി, എന്നിട്ടും നീ പാടില്ലല്ലോ മാനത്തേരാ പാടി. താങ്ക് യു. ഇതേതാണ് ഭൂമിയിലെ മാലാഖ എന്ന് ഞാനിങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുവായിരുന്നു. റിയലി എന്താ അറിയോ, ഞാനിപ്പോൾ എൻ്റെ പ്രേക്ഷകരോട് പറയുമായിരുന്നേ, പാട്ട് പാടാൻ കഴിവുള്ളവർ ശരിക്കും ഭൂമിയിലെ മാലാഖമാർ എന്നാണ് എൻ്റെ അമ്മച്ചി എന്നെ പഠിപ്പിച്ചു തന്നിട്ടുള്ളത്. അത് ശരിക്കും ബ്ലെസ്ഡ് ആണ് ഇല്ലേ? മാത്രമല്ല ഇപ്പം ഞാൻ എൻ്റെ ഗസ്റ്റിന് ആരാ ഏതാ വരുന്നതെന്ന് പോലും ഞാൻ എൻ്റെ പ്രേക്ഷകരോട് പറഞ്ഞില്ല. അതിന് മുമ്പ് നിത്യ ഇങ്ങ് വന്നു. പക്ഷെ നിത്യ ഞാൻ പറഞ്ഞു തരണ്ടേ എന്താന്നുള്ളത്. ഭൂമിയിലെ മാലാഖ പോലെ തന്നെ എൻ്റെ അമ്മച്ചി പറഞ്ഞ വാക്കുകൾ ഒത്തിരി സത്യമായിട്ട് എനിക്ക് തോന്നുന്നു. കാര്യം എന്നാ, തൊട്ടതെല്ലാം പൊന്നാക്കിയൊരു കൊച്ചായിരുന്നു. ഉള്ള സത്യം പറയല്ലേ, പാടിയ പാട്ടെല്ലാം ഹിറ്റാ. ഞാൻ നേരല്ലേ പറയുന്നേ, ഞാനൊന്നും നേരെ പറയാതിരുന്നില്ലല്ലോ. ഞാൻ എന്നും സത്യമേ പറയത്തുള്ളൂ അല്ലേ. ഞാൻ എൻട്രി ചെയ്തപ്പോൾ തന്നെ ആനി ചേച്ചിയുടെ പാട്ട് പാടണമെന്ന് തന്നെ, കാരണം ഈ ഒരു പാട്ട് എന്ന് പറഞ്ഞാൽ ഒരുപാട് ഇഷ്ടമാണ്. അതും ആനി ചേച്ചിയുടെ ആ ഒരു സ്ക്രീൻ പ്രസൻസും നമുക്ക് എല്ലാ മലയാളികൾക്കും ഒരുപാട് ഇഷ്ടമാണ് ആനി ചേച്ചിനെ. സത്യം ആ ഒരു ഫിലിമും ഒക്കെയാണ് എൻ്റെ ജീവിതത്തിലെ ഒരു വഴിത്തിരിവ് എന്ന് ഞാൻ ശരിക്കും പറയും. അതിലും എനിക്ക് ഏറ്റവും കൂടുതൽ ബ്ലെസ്ഡ് ഞാൻ എന്താണെന്നറിയോ, എനിക്കന്ന് ഞാൻ ജാനകി അമ്മ എനിക്ക് വേണ്ടി പാടിയത്. അത് എനിക്ക് ചിന്തിക്കാൻ പറ്റാത്ത ഒരു അനുഗ്രഹമാണ് എനിക്ക് ദൈവം തന്നെ. അത് പക്ഷെ ഭയങ്കര നല്ലായിരുന്നു. പക്ഷെ ഒരു പേടി ഉണ്ടായിരുന്നു കേട്ടോ അന്ന്. എന്താ വിചാരിച്ചറിയോ, ഡാൻസിന്റെ ABCD അറിഞ്ഞോളൂ.
പക്ഷെ കണ്ട ഒരിക്കലും പറയില്ല കേട്ടോ. അങ്ങനെ പറയില്ലേ? കാരണം അത്രയും ഗ്രേസ്ഫുൾ ആണ് എല്ലാ മൂമെന്റ്സും. കാര്യം എന്താണെന്നറിയോ, അന്ന് ഞങ്ങൾക്ക് ആ പാട്ട് കൊറിയോഗ്രാഫ് ചെയ്യാൻ വന്നത് ബൃന്ദ മാസ്റ്ററാണ്. ബൃന്ദ മാസ്റ്ററെ കലാ മാസ്റ്ററിനെ എനിക്ക് തോന്നുന്നു മലയാളികൾക്ക് എല്ലാവർക്കും അറിയാം. ബൃന്ദ മാസ്റ്ററിന്റെ ഫേസ് കണ്ടോടുകൂടി എന്റെ ഫുൾ ഗ്യാസ് ഔട്ടായി. ഞാൻ നേരെ ചെന്ന് പറഞ്ഞു, മാസ്റ്ററെ ദീദി എനിക്ക് ഒന്നും അറിയത്തില്ല, അതുകൊണ്ട് എനിക്ക് പറ്റുന്ന സ്റ്റെപ്പൊക്കെ തന്നാൽ മതി. പക്ഷേ ഞാൻ ഒരു കാര്യം ബൃന്ദ മാസ്റ്ററിന് ഒരു പ്ലസ് പോയിന്റ് പറയണം കേട്ടോ. എന്നെ തന്നെ എക്സാമ്പിൾ എടുത്തു. എനിക്കൊന്നും അറിയത്തില്ല, പക്ഷെ എന്നെ ഫുൾ അത്രയും ചെയ്യിപ്പിച്ചെങ്കിലും എടുത്തെങ്കിൽ എനിക്ക് അത്രയും നിങ്ങൾ പറയുന്ന അത്രയും ഉണ്ട് എന്ന് തോന്നിയാൽ അതിന്റെ ഫുൾ ക്രെഡിറ്റ് ഞാൻ ബൃന്ദ മാസ്റ്ററിനെ കൊടുക്കത്തുള്ളൂ ശരിക്കും. പക്ഷേ ഇത് ഞാൻ മാത്രം ഇങ്ങനെ വർത്താനം പറഞ്ഞിരുന്നാ പോരാ, നിത്യയുടെ എന്നെ വിശേഷമൊക്കെ കേൾക്കാൻ വേണ്ടിയിട്ടാണ് എന്റെ പ്രേക്ഷകർ ഇങ്ങനെ ഇരിക്കുന്നത്. നല്ല മണം വരുന്നുണ്ട് കേട്ടോ. എന്താണ് ഇവിടെ? ഞാൻ മട്ടൻ കറി. ഓ അതെ, മണം അടിച്ചിട്ട് നേരെ ഈ പോകുന്നതാണോ? അത് നേരെ ഇങ്ങോട്ട് വന്നു, അതും ആനി ചേച്ചിയുടെ പാട്ടും കൂടെ പാടി പാടി ഇങ്ങനെ വന്നു. ബെസ്റ്റ്. അതെ, നല്ല കുക്ക് ചെയ്യോ? അത്യാവശ്യം മതിയല്ലോ, അതാണല്ലോ ആ മണം അടിച്ചപ്പോഴേ ഇങ്ങനെ പോകുന്നത്. സത്യം അതിനെപ്പറ്റി നല്ല സെൻസ് ഉള്ള വ്യക്തികൾക്കാണെങ്കിൽ അങ്ങനെയാ വരത്തുള്ളൂ. ഞാനൊക്കെ ശരിക്കും പറഞ്ഞ ഒരു വീട്ടിൽ പോയി എന്ന് പറഞ്ഞ് എല്ലാവരും തെറ്റിദ്ധരിക്കരുത്, നേരെ അടുക്കളയിൽ പോകുന്നെന്ന് വിചാരിക്കില്ലേ. പക്ഷെ എനിക്ക് പരിചയമുള്ളത്, നമുക്ക് ഏറ്റവും കൂടുതൽ അടുപ്പമുള്ള വ്യക്തികൾ അന്നേല് ഞാൻ നേരെ 2 മിനിറ്റ് ആ സെറ്റിയിലിരിക്കത്തുള്ളൂ. എന്നുവെച്ചാൽ നേരെ ഞാൻ അത്രയും ഫ്രീഡം ഉള്ളത് അല്ലാത്തൊന്നും പറ്റില്ല. അടുക്കളയിൽ ചെന്നേച്ച് എന്നെ വിശേഷമൊക്കെ ചോദിച്ചാൽ ഇതേപോലെ ഒരു സ്ഥലത്ത് 2 കസാരയൊക്കെ ഇട്ടിട്ടുണ്ടെങ്കിൽ അവിടെ ഇരുന്ന് വർത്താനം പറയാൻ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം അല്ലേ. അവിടെയാണ് നമ്മുടെ ഏറ്റവും കൂടുതൽ മനസ്സ് തുറക്കുന്നത്. നമ്മുടെ ഏതൊരു ഫാമിലി നോക്കുവാന്നേലും, എവിടെ ഒരു ഫാമിലിയിലാണേലും ഒന്നെങ്കിൽ ഡൈനിങ് ടേബിൾ അല്ലെങ്കിൽ അടുക്കള, ഇവിടെയാണ് നമ്മുടെ എല്ലാവരുടെയും മനസ്സ്, whoever the members, അവരുടെ എല്ലാവരുടെയും മനസ്സ് തുറക്കുന്ന ഈ ഒരു സ്ഥലത്തല്ലേ. തീർച്ചയായിട്ടും ഒരു അമ്മയ്ക്ക് മനസ്സിലാവുന്നത് അല്ലേ. ഈ വിശേഷം ഞാൻ മാത്രം പറയുന്നുള്ളൂ, നിത്യം ഒന്നും മിണ്ടുന്നില്ല. നമ്മുടെ ഏറ്റവും കൂടുതൽ ഫാമിലി കമ്മ്യൂണിക്കേഷൻ നടക്കുന്നത് കിച്ചണിലും ഡൈനിങ് ടേബിളുമാണ്, വീട്ടിലെ കാര്യങ്ങളൊക്കെ പറയുന്നത്. കറക്റ്റ്, അതാ ഞാനും പറഞ്ഞത്. പക്ഷേ ഫസ്റ്റ് ടൈം നിത്യന്റെ ആനസ്തീഷ്യയിൽ വന്നിട്ട് ഞാൻ അടുക്കളയെ പിടിച്ച് വർത്താനം പറയുന്നത് തെറ്റല്ലേ? നമുക്കൊരു കാര്യം ചെയ്യാം, ഞാനിതൊരു ചെറിയ സിമ്മെ വെച്ചിട്ട് നമുക്ക് പോയിരുന്ന് വർത്താനം പറഞ്ഞു തരുമ്പോഴത്തേക്ക് ഇത് നല്ലൊരു കറിയായി മാറും. അപ്പൊ ഞാൻ ചൂടായിട്ട് അതും എടുത്തോണ്ട് വരാം. ഓക്കെ, നമുക്ക് അവിടെ പോയിരിക്കാം. ഓക്കെ, ബാ. ബോറടിച്ചാ? ഇല്ലല്ലോ, ഞാൻ ഇച്ചിരി നേരമല്ലേ താമസിച്ചുള്ളൂ. അതെ, ഒരു കണ്ടീഷൻ ഉണ്ട്, നമ്മൾ തമ്മിലൊരു ഡീൽ ഉറപ്പിച്ചിട്ട് ഇവിടെ ഇരിക്കാം. എന്താ അറിയോ, ഇന്ന് വർത്താനം പറയും. ഞാൻ പല ഇന്റർവ്യൂസിലും കണ്ടിട്ടുണ്ട്, വർത്താനമേ പറയത്തില്ല. പക്ഷേ ഒരു ഡിഫറൻസ് ഉണ്ട്. കാര്യം അത് പൂർണ്ണമായി വിശ്വസിക്കാൻ പറ്റാത്ത എന്നാന്നറിയോ, പാട്ട് പാടുമ്പോ വേറൊരാളാണ്. അതെന്താ അങ്ങനെ? പാട്ട് പാടാൻ കൂടുതൽ ഇഷ്ടമായതുകൊണ്ട്. പക്ഷെ വർത്താനം പറയാൻ ഇഷ്ടമല്ലേ? പെട്ടെന്ന് അങ്ങനെ സംസാരിക്കാൻ പറ്റാറില്ലെന്നേ ഉള്ളൂ. പക്ഷെ സ്റ്റാർട്ടിങ് ട്രബിളാ. എന്റെ അടുത്തോ നടക്കാത്ത കാര്യം. കാരണം നമ്മള് സ്ക്രീനിൽ മാത്രമേ ചേച്ചിനെ കണ്ടിട്ടുള്ളൂ, അപ്പൊ നേരിട്ട് കണ്ടപ്പോ പെട്ടെന്നൊരു സ്റ്റാർട്ടിങ് ട്രബിൾ. അതേ വേണ്ട, ഞാൻ ചോദിക്കട്ടെ, വിശേഷമൊക്കെ പറയാം. നമ്മൾ ആദ്യമായിട്ട് കാണുക. നമ്മൾ ഇതിനു മുമ്പ് എനിക്ക് തോന്നുന്നു നിത്യയുടെ കുറെ ഇന്റർവ്യൂസ് കണ്ടിട്ടുണ്ട്. അതിനകത്തൊക്കെ ഈ ചോദ്യ ഉത്തരങ്ങൾ മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ. നിത്യയുടെ കോൺട്രിബ്യൂഷൻസ് ഒക്കെ വളരെ കുറവായിരുന്നു. പക്ഷെ എനിക്ക് അതൊന്നും പറ്റിയല്ല. എനിക്ക് വിശേഷമൊക്കെ അറിയണം. അതായത് സ്കൂൾ ലൈഫ്, കോളേജ് ലൈഫ്, ഇപ്പൊ എവിടെയാ താമസിക്കുന്നത്, എങ്ങനെ ഫിലിമിലേക്ക് വന്നേ, മ്യൂസിക് ആയിരുന്നോ മെയിൻ, കൊച്ചിലെ ഇഷ്ടമാണോ, ഇതൊക്കെ ഞാൻ ഒറ്റയടിക്ക് ചോദിക്കത്തില്ല, ഓരോന്നായിട്ട് ചോദിക്കാം. ഓരോന്നായിട്ട്. അതുകൊണ്ട് കൊച്ചു നാള് പോലുള്ളതേ പറഞ്ഞേ. ഞാൻ ജനിച്ചു വളർന്നത് ഖത്തറിലാണ്, ദോഹ ഖത്തറിലാണ്. എൻ്റെ പേരൻസ് അവിടെയായിരുന്നു വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. എൻ്റെ ഫാദർ സെയിൽസ് ഡിപ്പാർട്ട്മെൻറ്റിൽ കൺസ്ട്രക്ഷൻ കമ്പനിയിൽ വർക്ക് ചെയ്യായിരുന്നു, ഒരു പ്രൈവറ്റ് കമ്പനി. അമ്മ സ്കൂൾ ടീച്ചറാണ്. മാത്സ് ആയിരുന്നു അമ്മയുടെ സബ്ജക്റ്റ്. മാത്സ് കണക്കായിരുന്നു. അപ്പൊ ജീവിതത്തിൽ ഇച്ചിരി തല്ലൊക്കെ കിട്ടി കാണുമായിരിക്കും. പിന്നെ നല്ലോണം. പിന്നെ ടീച്ചറിന്റെ മോളാകുമ്പോ അതിൻ്റെതായ ഒരു സ്റ്റേറ്റസ് ഇഷ്യൂ ഇല്ലേ, നമ്മുടെ സ്റ്റേറ്റസ് നമ്മൾ മാർക്കൊന്നും അങ്ങനെ കുറയാൻ പാടില്ല. ടീച്ചറിനെ കുറച്ചില്ല, അതൊരു സ്റ്റേറ്റസ് ഇഷ്യൂ ഉണ്ടാവും. പക്ഷെ അമ്മയൊക്കെ സ്വീറ്റ് തന്നെയാണ്. പക്ഷെ എന്നാലും പഠിക്കാൻ അത്രയ്ക്ക് വലിയ മിടിക്കൊന്നായിരുന്നില്ല. എന്നാലും ഒരു ആവറേജ് സ്റ്റുഡൻറ്റ്. എനിക്കൊരു ചേച്ചിയുണ്ട്. ചേച്ചി ഭയങ്കര സ്മാർട്ടാണ്. ചേച്ചി ഇപ്പോൾ സയന്റിസ്റ്റ് ആണ്. ഇപ്പൊ ഫിൻലൻഡിൽ വർക്ക് ചെയ്യുന്നു. എക്സ്ട്രാ ബുദ്ധിയാണ്. അപ്പം അതിന്റെ ഒരു ഓപ്പോസിറ്റ് ചേച്ചിയുടെ അനിയത്തി ആകുമ്പോ ഇച്ചിരി ഒക്കെ ബുദ്ധി ഉണ്ടാവൂലേ?
അപ്പം അമ്മയും പപ്പയും ഇപ്പം റിട്ടയർ ചെയ്തിട്ട് ഇപ്പൊ ട്രിവാൻഡ്രത്ത് താമസിക്കുന്നു. വഴുതക്കാട്. പപ്പയുടെ വീട് വഴുതക്കാടാണ്. അമ്മ പത്തനംതിട്ട ഓമലൂർ അവിടെ. അപ്പം ഇപ്പൊ നിത്യം പപ്പായുടെ മമ്മയുടെ കൂടെ? അമ്മയും പപ്പയുടെ ഞാൻ ഇടയ്ക്ക് ട്രിവാൻഡ്രത്ത് നിൽക്കാറുണ്ട്, ഇവിടെ കാക്കനാട് കൊച്ചിയിലും നിൽക്കുന്നു. അച്ഛനും അമ്മയും ഇപ്പൊ റിട്ടയർഡ് ആയിട്ട് ട്രിവാൻഡ്രത്ത് വഴുതക്കാട് താമസിക്കുന്നു. ഞാൻ ട്രിവാൻഡ്രം കൊച്ചി ഇങ്ങനെ ഷട്ടിൽ ചെയ്ത് കൊച്ചി. അപ്പൊ നിത്യയുടെ കല്യാണം കഴിഞ്ഞു. ഹസ്ബൻഡിന്റെ വീട് തൃശ്ശൂരാണ്, കുന്നംകുളം. അവിടെയാണ്. എന്റെ ഒരു കസിൻ അവിടെ കല്യാണം കഴിപ്പിച്ചിട്ടുണ്ട്. ഓക്കെ, അതുകൊണ്ട് എനിക്ക് ആ കുന്നംകുളം എന്ന് പറയുന്ന സ്ഥലം എനിക്ക് അറിയാം, അല്ലെങ്കിൽ അതും അറിയത്തില്ലായിരുന്നു കേട്ടോ, സത്യം. പിന്നെ ലവ് മാരേജ് ആയിരുന്നു, അറേഞ്ച് മാരേജ് ആയിരുന്നു. അദ്ദേഹത്തിനെ ഞാൻ മീറ്റ് ചെയ്യുന്ന കോളേജിലാണ്. എൻ്റെ സീനിയറായിരുന്നു. അതായത് ഞാൻ ഫസ്റ്റ് ഇയർ പഠിക്കുമ്പോൾ അദ്ദേഹത്തിന് ഞാൻ ആദ്യമായിട്ട് കാണുന്ന അദ്ദേഹത്തിൻ്റെ ഗ്രാജുവേഷൻ പാർട്ടിയിലാണ്. ഫെയർവെൽ പാർട്ടിയിലാണ് ഞാൻ കാണുന്നത്. മലയാളിയാണോ? യെസ്. കാരണം ഞാൻ പഠിച്ചത് ബാംഗ്ലൂരിലാണ്, BMS എഞ്ചിനീയറിംഗ് കോളേജ്. ഞാൻ പഠിച്ചത് ആർക്കിടെക്ചറാണ്, BRക്കാണ് ഞാൻ പഠിച്ചത്. അദ്ദേഹം പഠിച്ച മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ്. മ്യൂസിക് ഞങ്ങൾക്ക് ചെറുപ്പം തൊട്ട് ഭയങ്കര ഇഷ്ടമായിരുന്നു. പക്ഷെ നമ്മൾ മ്യൂസിക്കലി കുറച്ച് പഠിച്ചു. പക്ഷെ ഞാൻ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് സീരിയസ് ആയിട്ട് പഠിക്കാൻ തുടങ്ങിയത് കോളേജ് ആ സമയത്താണ്. ബാംഗ്ലൂരിൽ ഹിന്ദുസ്ഥാനി എപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുന്നു. പക്ഷെ ചെറുപ്പം തൊട്ട് നമ്മള് ചേർച്ച് കൊയറിലൊക്കെ വളരെ സജീവമായിരുന്നു. അപ്പൊ അതായിരുന്നു ഫൗണ്ടേഷൻ പാട്ട് എന്ന് പറഞ്ഞത്. കാരണം അമ്മയും ചേർച്ച് കൊയറിലും ചേച്ചിയും നമ്മൾ മൂന്നേരും ചേർച്ച് കൊയറിൽ ഇങ്ങനെ വലിയ അതെ ഓഫ്കോഴ്സ്. പിന്നെ ക്രിസ്മസ് എന്ന് പറഞ്ഞ നമ്മളെ കരോൾ പാടി നടക്കുക, അതൊക്കെ രസമാണ്. ഇപ്പൊ ഏറ്റവും കൂടുതൽ മിസ് ചെയ്യുന്ന കാര്യവും അതാണ്. നമ്മുടെ ഒരു ചെറുപ്പത്തിൽ നമ്മൾ ചെയ്തെല്ലാം നമുക്ക് ശരിക്കും ഈ ഒരു കല്യാണം കഴിഞ്ഞ് കഴിയുമ്പോഴും ഒക്കെ ഒരു മിസ്സിങ് എവിടെയോ ഫീൽ ചെയ്യുന്നുണ്ട് അല്ലേ? എന്നാലും ക്രിസ്മസ് കരോൾ ആ ഒരു ട്രഡീഷനും കുറച്ച് കുറഞ്ഞു വരികയല്ലേ, നമ്മൾ ഓരോരോ വീട്ടിൽ പോകും. നമ്മൾ ഗ്രൂപ്പായിട്ട് പോയി പാടുക, അവിടുന്ന് സ്വീറ്റ്സ് മേടിക്കുക, കേക്ക് കഴിക്കുക. പക്ഷെ അതൊക്കെ ഒരു രസല്ലേ. അത് നമ്മളിപ്പോ ചിലര് പറയും പാടാനല്ല, ഞങ്ങൾ കേക്ക് വൈനും കഴിക്കാനാ വരുന്നത്. പക്ഷെ എന്തോ ഒരു ബോണ്ട് ഭയങ്കര സ്ട്രോങ് ആയിട്ട് നമ്മള് അതുണ്ട്. പക്ഷെ നമ്മൾ തീരുമ്പോ അത് ആ ക്രിസ്മസ് ആ ഒരു ഒക്കേഷൻ തീരുമ്പോ നമുക്കത് വിഷമമാ അല്ലേ? അതിന് പക്ഷേ ക്രിസ്മസ് അടുക്കുമ്പോ അക്കറുള്ള പോണ്ടേ, പ്രാക്ടീസിന് പോണ്ടേ, അത് ചെയ്യേണ്ടത് ഒരു സെലിബ്രേഷൻ ആണ്. ന്യൂ ഇയർ വരെ നല്ല സെലിബ്രേഷൻ ആണ്. ഓക്കെ, അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ഡിഗ്രിക്ക് വന്നപ്പോഴാണ് ഡിഗ്രിക്കാണ് നമ്മൾ ഹിന്ദുസ്ഥാനി പഠിക്കാൻ തുടങ്ങിയത്. പക്ഷെ ഖത്തറിൽ കുറച്ച് പരിമിതികൾ ഇങ്ങനെ. 10th വരെ ആയിരുന്നു? ഞാൻ 12th വരെ അവിടെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് ബാംഗ്ലൂരിൽ ആർക്കിടെക്ചർ പഠിക്കാൻ വന്നത്. അപ്പൊ മ്യൂസിക് എന്തുകൊണ്ട് സെലക്ട് ചെയ്തില്ല? അങ്ങനത്തെ ഒരു ഇഷ്ടമുള്ളതുകൊണ്ട് ചോദിച്ചാ. അതെ, എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ ഫാമിലിക്ക് ആ സമയത്ത് ഒരു ഡിഗ്രി വേണം, ഒരു എഞ്ചിനീയറിംഗ്, ആ ഒരു എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ മെഡിസിൻ. ചേച്ചിയുടെ ആ ടേസ്റ്റ് ഇല്ലേ നിത്യക്ക്? ഇല്ല, സയൻസ് അത്ര ഇല്ല, ഇഷ്ടമല്ല. ചേച്ചിക്ക് അത് ഭയങ്കര ഇഷ്ടമാണ്. ചേച്ചിക്ക് നമ്മൾ വീക്കായിരുന്നു, അതുകൊണ്ടാണ്. അങ്ങനെ സയൻസ് ഒക്കെ ബുദ്ധിയുള്ളവർക്ക് പറഞ്ഞിട്ടുള്ളതാണ്. അങ്ങനെയൊന്നുമില്ല, നമ്മൾ ശ്രമിച്ചാലൊക്കെ എല്ലാം നടക്കും. വർക്ക് ചെയ്യണം അങ്ങനെ വിചാരിച്ചോ? ഞാൻ കുറച്ചാൾ വർക്ക് ചെയ്തിട്ടുണ്ട്, ആർക്കിടെക്റ്റായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ കരിക്കുലം BRക്കിൽ തന്നെ ഒരു വർഷം ഇന്റേൺഷിപ്പാണ് മൊത്തം. അപ്പോൾ ഇന്റേൺഷിപ്പൊക്കെ ഖത്തറിലും ചെയ്തിട്ടുണ്ട്, ബാംഗ്ലൂരിലും ചെയ്തു. ഖത്തറിൽ നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. കാരണം ഫിഫ ആ സമയത്ത് ഫിഫ ഒക്കെ വരുന്ന ടൈമായിരുന്നു. അപ്പം അങ്ങനത്തെ നല്ല പ്രോജക്ട്സിൽ ഒന്നും ഇൻവോൾവ് ചെയ്യാൻ പറ്റി. ഗുഡ് എക്സ്പീരിയൻസ് അല്ലേ? ദാറ്റ്സ് എ ഗുഡ് എക്സ്പീരിയൻസ്. നമുക്ക് കുറെ എന്താ പറയാ, കുറെ പ്രോഗ്രാംസ് അങ്ങനെയൊക്കെ കിട്ടുമ്പോഴല്ലേ നമുക്ക് ഭയങ്കര എക്സ്പീരിയൻസസ് ആവത്തുള്ളൂ. എന്നിട്ടും സ്റ്റിൽ സ്റ്റിക്ക് ഓൺ മ്യൂസിക്. മ്യൂസിക് ഭയങ്കര ഒരു എന്തോ ലൈഫിലേക്ക് അങ്ങ് കേറി അല്ലേ? അപ്പൊ ഇഷ്ടം, ഹസ്ബൻഡിനും ഇഷ്ടം, ഹസ്ബൻഡ് വീട്ടുകാർക്കും ഇഷ്ടമാണ്. എനിക്ക് തോന്നുന്നു ഹസ്ബൻഡാണ് ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. കാരണം കോളേജ് സമയം തൊട്ട് അദ്ദേഹം കാണുന്നുണ്ട് ഇങ്ങനെ ഇന്റർ കോളേജ് ഫെസ്റ്റ് ഒക്കെ ഉണ്ടാവില്ല. ബാംഗ്ലൂർ ആയതുകൊണ്ട് നല്ല എക്സ്പോഷർ ആയിരുന്നു. കാരണം സ്റ്റുഡൻസ് ഫ്രം മുംബൈയും വരുന്നുണ്ട്, പല നാട്ടിൽ നിന്നാണ് വരുന്നത്. അപ്പം ആൻഡ് കൾച്ചറും എല്ലാം മിക്സ്ഡ് കൾച്ചറല്ലേ. അപ്പം ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് മ്യൂസിക് കേൾക്കാനൊരു നല്ലൊരു സ്ഥലമായിരുന്നു, നല്ലൊരു പ്ലാറ്റ്ഫോം ആയിരുന്നു ബാംഗ്ലൂർ. അപ്പോൾ അദ്ദേഹമാണ് കൂടുതൽ എൻ്റെ ഒരു ഇൻട്രസ്റ്റ് ഇങ്ങനെ ഗോ ഫോർ ഇറ്റ് എന്ന് ഇങ്ങനെ പറയും, ചെയ്തോ. അപ്പം അങ്ങനെയാണ്
അപ്പം 2019 എൻ്റെ ആദ്യത്തെ പാട്ട് റിലീസാകും, അതിൻ്റെ ഫസ്റ്റ് പ്ലേ ബാക്ക് വരുന്നത്. അപ്പം 2019 തന്നെയാണ് കല്യാണം കഴിഞ്ഞത്. ഓക്കെ. അങ്ങനെ എങ്ങനെ അപ്പൊ ഫിലിം ഫീൽഡിലേക്ക് ഫസ്റ്റ് അറ്റംപ്റ്റ് എങ്ങനെയായിരുന്നു? അതൊരു കഥയാണ്. കഥയാണോ? കഥയ്ക്ക് മുമ്പ് നമുക്ക് ഭക്ഷണം കഴിക്കാം, അല്ലെങ്കിൽ അതിനുള്ള ആരോഗ്യം വരത്തില്ല. ഈ പറഞ്ഞ പോലെ കഥയ്ക്ക് ഒരു മങ്ങല് വരും. പ്രത്യേകിച്ച് നിത്യയുടെ കാര്യം ഒന്നും മിണ്ടത്തില്ല. ഞാൻ ഭക്ഷണം കൊടുത്തിട്ട് നമുക്ക് സംസാരിക്കാം. Ali's Kitchen. Let's cook with love.